നിങ്ങൾക്ക് മരിച്ചവരെ സ്വപ്നം കാണണം, മരിച്ചവരോട് സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കാണണം. മരിച്ചവരെ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ. എന്തായാലും പുണർന്ന നക്ഷത്രമാണ്, എന്നും ദുഃഖമാണ്. ഓണക്കാലത്തെങ്കിലും ദുഃഖങ്ങൾ വരാതിരിക്കട്ടെ. നമസ്കാരം. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. പ്രണയത്തെ എതിർക്കുന്ന മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയും വരനും വിവാഹം കഴിക്കുന്നു. മാതാപിതാക്കൾ ഏറ്റവും വെറുക്കപ്പെട്ടവരായിട്ട് മാറുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചു. സ്വാമി, ഒരു തരത്തിലും അവനുമായിട്ട് പോയിട്ട് ജീവിക്കാൻ പറ്റില്ല. അവനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ മോളെടുത്ത് പറഞ്ഞതാണ്, മോളെ ഇങ്ങനെ ഒരു സൗഹൃദം നിനക്കുണ്ടെങ്കിൽ നീ അത് കണ്ടിന്യൂ ചെയ്യരുത്, അവനെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ ഭാര്യ നേരെ ചൊവ്വേ ആഹാരം കഴിച്ചിട്ടില്ല. അവൾ രോഗാവസ്ഥയിലായി. ഇപ്പോൾ അവൾ ഇറങ്ങിപ്പോയി സ്വാമി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു 2-3 വർഷത്തിന് മുമ്പ്. എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, യൗവനാവസ്ഥയിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെയും യുവതിയും യുവാവിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അപ്പോഴേ ഭൗതികമായ ജൽപ്പനങ്ങളിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ബന്ധങ്ങളുടെ മൂല്യം അറിയാൻ കഴിയില്ല, അച്ഛനമ്മമാരുടെ മൂല്യങ്ങൾ അറിയാൻ കഴിയില്ല, കുടുംബത്തിൻ്റെയോ നാളെ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് അറിയാനോ പറ്റില്ല. പകരം അപ്പോഴവർക്കുണ്ടാകുന്ന ഭൗതികമായിട്ടുണ്ടാകുന്ന ആകർഷണത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവർ പോസിറ്റീവ് മാത്രമേ സ്വപ്നം കാണുള്ളൂ. ഇരുട്ടുണ്ടെന്ന് അവർ കരുതില്ല, വെളിച്ചമുണ്ടെന്ന് മാത്രമേ അവർ വിചാരിക്കുന്നുള്ളൂ. അവർ വിവാഹം കഴിച്ചു. എന്ത് പറ്റി? കുറേ കാലം കുട്ടികളില്ലാതിരുന്നു, കുട്ടികൾ വേണ്ടാന്ന് വെച്ചു, കുറേ യാത്രകൾ ചെയ്തു. സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പെൺകുട്ടി വീട്ടിൽ അറിയിച്ചില്ല. അപ്പോൾ നല്ലവനായ ഈ അച്ഛനും അമ്മയും അവരുടെ അവസ്ഥകളെ കുറിച്ച്, വാടക കെട്ടിടത്തിൽ താമസിക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൻ ലേശം മദ്യപിച്ചുകൊണ്ടാണ് എത്തുന്നത്. മദ്യത്തിൻ്റെ മണം മകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികളുടെ ഒരു നീണ്ട ലിസ്റ്റ്. ഞാൻ പറ്റൂ, നിങ്ങൾ എന്തിനാണ് അതിൻ്റെ പുറകെ പോയത്? അവൾ അച്ഛനും അമ്മയും ഇല്ല എന്ന് പറഞ്ഞ് ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അതിൻ്റെ പുറകെ? അല്ല സ്വാമി, അത്ര ലാളിച്ച് വളർത്തിയതാണ് സ്വാമി, അവിടെ കൈ വളരുന്നു കാല് വളരുന്നു നോക്കി വളർത്തിയതാണ് സ്വാമി, അവളിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നിത്യം കേൾക്കുന്ന കാര്യമായതുകൊണ്ട് ഞാനിത് കുറേ നേരം കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇരട്ട കുട്ടികൾ ജനിച്ച് കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിൽ ഒരു ഘട്ടമായപ്പോൾ തന്നെ ഗർഭാവസ്ഥയിൽ ഈ കുട്ടികൾ ഓവർ വലിപ്പമുള്ളതും തിരിഞ്ഞു കിടക്കുന്നതുമായിട്ട് കണ്ടു. പണമില്ലാതായപ്പോൾ ഈ അച്ഛൻ ആ ആശുപത്രിയിലെ ഡോക്ടറെ പോയി കണ്ട്, ഡോക്ടറെ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസ എത്രയെന്ന് വെച്ചാൽ അത് ചെറിയ തുക അവരുടെ നിന്ന് മേടിച്ചാൽ മതി, പകുതി ബാക്കിയുള്ള പണം ഞാനിവിടുന്ന് അടച്ചോടാന്ന് പറഞ്ഞു. ഓരോ തുക പറയരുതെന്ന് പറഞ്ഞിട്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, അദ്ദേഹം ആ വലിയ തുക 3 ലക്ഷം അവിടെ അടച്ച് ഈ കുട്ടിയെ സുഖപ്രസവം നടത്തി. കുട്ടി പ്രസവിച്ചു. പക്ഷേ എന്താ സംഭവം? ഒരു കുട്ടി അപ്പം തന്നെ മരിച്ചു. ആദ്യമേ അവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. മറ്റേ കുട്ടി ബുദ്ധിവൈകല്യം, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഈ എടുത്തു ചാടി പ്രണയത്തിൻ്റെ കുരുക്കിൽ കുടുങ്ങി, പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാതെ, പ്രണയബദ്ധത ആണ്, പ്രണയിച്ച് എനിക്ക് അവനില്ല ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചവരുടെ ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മനോവേദനകൾ, വ്യാധികൾ കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ. സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് വെച്ചാൽ ചോദിക്കും, അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് കല്യാണം കഴിച്ചാൽ ഇതൊന്നും ഉണ്ടാവൂലേ? എത്രയോ ലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് കോടതികളിൽ. ഇവർ തമ്മിൽ ശത്രുക്കളായിട്ട് ജീവിക്കുന്നില്ലേ? കുട്ടികളെ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നില്ലേ? ഇത് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരവില്ല. ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ തിരിച്ചറിഞ്ഞ വഴികൾ, ഞാൻ മനസ്സിലാക്കുന്ന വഴികൾ, ഇതെല്ലാം തന്നെ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിവാഹം കഴിച്ചാലും ചില ദുരിത മേഖലകളിലൂടെ, ചില പൂർവ്വജന്മ ദോഷങ്ങൾ അനുസരിച്ച് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, പൂർവ്വജന്മ ദോഷങ്ങൾ നിലനിൽക്കുന്നതനുസരിച്ച്, ഞാൻ പൂർവ്വജന്മം കൃത്യമായിട്ട് പറയും, ആ പൂർവ്വജന്മത്തിൻ്റെ പരിഹാരം ആദ്യം ചെയ്യാൻ ഞാൻ പറയും.
പൂർവ്വജന്മ ദോഷം തീർക്കാൻ ഞാൻ കണ്ടെത്തും. തലക്കവരി പോയി കുളിച്ച് പൂർവ്വജന്മ ദോഷം തീർക്കും. എൻ്റെ സങ്കല്പമാണ്. ഞാൻ ഒരുപാട് പേരുടെ രോഗങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സ്വാമി പറയുന്നതനുസരിച്ച് ഞാൻ പോയി കുളിച്ച്, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു, മാറ്റം ഉണ്ടായില്ലേ മനുഷ്യ, നിങ്ങൾ ജീവിച്ചിരിക്കണ അത്ഭുതമാണ്. നിങ്ങൾ പോയി വല്ല ജാതകം എടുത്ത് നോക്കിയാൽ അവിടെ നിങ്ങളുടെ ദശാസന്ധി എഴുതിയേക്കും എന്ന് പറഞ്ഞു. ശരിയാ സ്വാമി, മൃത്യു സംഭവിക്കേണ്ട സമയമാണ്, മരണത്തെ മറികടക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എന്താ സ്വാമി പരിഹാരം? പരിഹാരമില്ല അല്ലേ? ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ച അല്ലേ, സഹിക്കാൻ പറ്റില്ല. കണ്ണാ നല്ല കുട്ടിയാണ്. അപ്പോൾ എന്ത് പറ്റി? ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഈ കല്യാണം ഈ പയ്യനില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ നോക്കേണ്ട ചുമതല കുട്ടിക്ക് മാത്രമായി, മറ്റവൻ തിരിഞ്ഞു പോലും നോക്കൂല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് എന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. ഭഗവാനെ, എന്തിനാണ് മക്കളെന്ന് ഞാൻ ചോദിച്ചു പോയി. എന്തിനാണ് മക്കളെയും മാമ്പൂക്കളെയും കണ്ട് കൊതിക്കരുതെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതിൻ്റെ ആ അർത്ഥം നമുക്ക് നല്ലവണ്ണം തിരിച്ചറിയാൻ പറ്റി. ഒരമ്മയെ കണ്ടില്ലേ? ഒരമ്മയെ സ്വന്തം മകനെ ഭർത്താവ് മരിച്ചിട്ട് ലാളിച്ച് ഓമനിച്ച് വളർത്തി, ജോലി വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് യൗവനത്തിൽ ഭർത്താവ് മരിച്ചതാണ്, സുന്ദരിയായിരുന്നു, അവർക്ക് വേറെ വിവാഹം കഴിക്കാം. അവർ ആ വിവാഹം കഴിക്കാൻ പോയില്ല. ഈ മകന് വേണ്ടി ജീവിച്ചു. മകന് ഒരു പ്രണയബന്ധം ഉണ്ടായി. അത് അവരുടെ മതവിഭാഗത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ആളല്ല. അമ്മ ആ കല്യാണം തന്നെ മതി, ഇഷ്ടക്കേടുണ്ടെങ്കിൽ പോലും മകൻ്റെ അതായതുകൊണ്ട് ഈ അമ്മയെ അതിന് സമ്മതിച്ചു, വിവാഹം കഴിച്ചു. ഏറ്റവും വലിയ പ്രശ്നം, വിവാഹം കഴിച്ചതിൻ്റെ 3-ാം ദിവസം മുതൽ ആ പെൺകുട്ടിക്ക് ഒരു കണ്ടീഷൻ, എനിക്കും എൻ്റെ ഭർത്താവിനും മാത്രമായിട്ട് താമസിക്കണം, അമ്മയെ എവിടെങ്കിലും മാറ്റണം. എവിടെ മാറ്റാൻ? അപ്പോൾ ഇവർ തമ്മിലുള്ള മുറിക്കുള്ളിലെ അസ്വസ്ഥത, ഈ അമ്മയാണെങ്കിൽ മക്കൾ വരുമ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും, ചായ ഉണ്ടാക്കി വയ്ക്കും. ഒരു അടുക്കളക്കാരിക്ക് പകരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ അമ്മ ചെയ്യും. അപ്പോൾ ഒരു അടുക്കളക്കാരി മാത്രമായിട്ട് അതപ്പതിച്ച്. ഇവളുടെ ഏതോ കൂട്ടുകാരികൾ വന്നു. അപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രത്തിൽ നിൽക്കുന്നു. കാണാൻ പണ്ട് സൗന്ദര്യമുണ്ടായിരുന്ന അമ്മ മനസ്സിൻ്റെ ദുഃഖങ്ങളും വേദനകളും മനോദുരിതങ്ങളും, ഭർത്താവ് മരിച്ചുപോയി, മകന് ഈ ആരാന്ന് ചോദിച്ചപ്പോൾ അതിവിടെ ജോലിക്ക് ആളില്ലാത്തതിന് പകരം അങ്ങയുടെ അമ്മയാ എന്ന് പറയുന്ന കേട്ട ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ പണ്ട് സിനിമയിലൊക്കെ മീനാന്നൊക്കെ പറഞ്ഞ നടിമാരുണ്ട്, അവരൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. ചട്ടമ്പിയായ അമ്മായി അമ്മയൊക്കെ ഇവർ മുറിയിൽ പോയി മുഖം കുത്തി കരഞ്ഞു, സഹിക്കാൻ പറ്റാതെ. അവസാനം മകൻ വന്നപ്പോൾ, മകനും ഇങ്ങനെ നട്ടലില്ലാത്ത കുറേ മക്കൾ ഈ ഭൂമിയിലുണ്ടല്ലോ, അവരെൻ്റെ സ്വന്തം അമ്മയല്ലേ ഈ പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഒരു താക്കീതെങ്കിലും അവന് കൊടുത്തുകൂടെ? തല്ലിയവൻ ചിലപ്പോൾ അവൾ കൊണ്ട് കോടതി കൊടുത്ത ഇവൻ ഇവനെ പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തല്ലണ്ട, ഒന്ന് പറഞ്ഞുകൂടെ? എൻ്റെ അമ്മയാണ്, എന്നെ വളർത്തിയ അമ്മയാണ്, എൻ്റെ അച്ഛനില്ലാതെ എന്നെ വളർത്തിക്കൊണ്ടുപോകുന്നതാണ്, നീ മര്യാദയ്ക്ക് വിടുന്നതാണ്, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പോകാൻ. അതിന് പകരം ഒരമ്മയോട് പറഞ്ഞു, അമ്മ എന്തൊരു വേഷമാണ് നിങ്ങൾ ഈ നിൽക്കുന്നത്. എൻ്റെ ഭാര്യയുടെ അവളുടെ കൂട്ടുകാരിയോ വരുമ്പോൾ ഒരു വൃത്തിയായിട്ട് വേഷം തിരിച്ച് നിന്നുകൂടി? നിങ്ങൾ എന്തെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്? വാർദ്ധക്യം വരുമ്പോൾ തലനാരുകൾ നരയ്ക്കും അല്ലേ? വാർദ്ധക്യം വരുമ്പോൾ തലനാരുകൾ നരയ്ക്കും, മുഖത്ത് ചുളുക്കുകൾ വീഴും. എല്ലാ മനുഷ്യനും പോകുന്ന വാർദ്ധക്യത്തിലേക്കാണ്. ദൈവഹിതമാണെങ്കിൽ നീ ഇത്രകാലം ജീവിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൗവനാവസ്ഥയും ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വാർദ്ധക്യാവസ്ഥ ഇല്ല എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ഞാൻ പറയും. ഇടാ, നിന്റെ തലമുടിയും നരച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പെണ്ണെ നിന്റെ തലമുടിയും നരയ്ക്കും, നിന്റെ ശരീരവും ഉടയും, നിന്റെ യൗവനവും വാർദ്ധക്യത്തിലേക്ക് പോകും, ജരാതരകൾ ബാധിക്കും, നിനക്കും മരണചിന്ത ഉണ്ടായാൽ നല്ലത്, നീ ഈശ്വര വേദനകൾ നീ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരു സത്യം നമ്മുടെ യുവതലമുറ അറിയാതെ പോകുന്നു. യുവതലമുറ ഇത് നല്ല ഭാഗം അറിയാതെ പോകണം. എന്താ, കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഇപ്പോൾ ഒന്നും അറിയണ്ട. അവർ നേരത്തെ തന്നെ വാർദ്ധക്യം പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ അമ്മ പറയുന്നൊരു കാര്യം, നിലത്താണ് കിടക്കുന്നത്, ഒരു പായ് പോലും കൊടുക്കൂല ഈ മരുമോള്. അമ്മ നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് കണ്ടാൽ
ഈ മോൻ ചോദിക്കത്തില്ല അമ്മ ഒരു പായിൽ കിടന്നുകൂടെ എന്ന്. അത് ചോദിച്ചാൽ എന്താണ്? ഭാര്യയുടെ സ്വസ്ഥത, അവൻ്റെ സ്വസ്ഥത പോകും. ഇങ്ങനെയുള്ള മക്കൾ കഷ്ടം. അവർക്ക് പോകാനൊരിടമില്ല, ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കൂ അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീക്ക് വരാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭർത്താവ് മരിച്ച് വിധവയാകുന്ന ഒരു സ്ത്രീയോട് കാണിക്കുന്ന കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി അവർക്ക് ജീവിതത്തിൽ കൊടുക്കുന്നത് എന്താണ്? അവരുടെ ഒരു കൊച്ചു വളർന്നു വരുവാണ്, ഒരു പെൺകുട്ടി. പണ്ട് ഒരു തഹസീൽദാരുടെ ഒരു കഥയാണ്, തകഴീടാണെന്ന് എൻ്റെ ഓർമ്മ. തഹസീൽദാർ വയസ്സായി കിടക്കുമ്പോൾ ഒരു ചിരട്ടയിൽ വെള്ളം കൊടുക്കും. അത് ആലോചിക്കണം, വയസ്സായി ചിരട്ടയിലാണ് വെള്ളം കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇദ്ദേഹം മരിക്കും ഒരു ദിവസം. ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഈ ചിരട്ടയുടെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ മകൻ ഈ ചിരട്ട എടുത്ത് ദൂരെ എറിയും. അതുവരെ വെള്ളം കൊച്ചുമകനാണ് കൊടുത്തോണ്ടിരുന്നത്. എടാ വെള്ളം കൊണ്ട് കൊടുക്കടാ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മുക്കി, ചിരട്ടയിൽ ഒരു ഗ്ലാസ് വെള്ളം കെട്ടിൻ്റെ കടയിൽ നിന്ന് മുക്കിക്കൊണ്ടുവന്ന് ഈ തഹസീൽദാറായിരുന്ന അച്ഛൻ്റെ നാവിലേക്ക്, അപ്പൂപ്പൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൂപ്പൻ ഒരു ദിവസം മരിച്ചു കിടന്നു, മരണമായി. ഈ ചിരട്ട ഇനി വേണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുത്തെറിയുമ്പോൾ ഈ കൊച്ചുകുട്ടി, അവന് വലിയ പ്രായമില്ല, 8-9 വയസ്സ് പ്രായമുള്ളൂ, ആ ചിരട്ട എടുത്തുകൊണ്ട് വന്ന് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ മകൻ ചോദിക്കും, എടാ മോനെ, നീ എന്തിനാണ് ഈ ചിരട്ട എടുത്തുകൊണ്ട് വെച്ചത്? അല്ല, അച്ഛൻ കിടന്ന് വലിക്കുമ്പോൾ എനിക്ക് കൊണ്ടുവരാൻ, അപ്പൂപ്പനെ പോലെ. അച്ഛൻ കിടന്ന് വലിക്കുമ്പോൾ അപ്പൂപ്പൻ വലിച്ചു. അപ്പം അപ്പൂപ്പൻ കിടക്കുന്ന കട്ടിലിൽ അച്ഛൻ കിടക്കുമ്പോൾ അച്ഛന് വെള്ളം കൊണ്ട് തരാനാണെന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്, തകഴിയാണെന്നാണ് എൻ്റെ ഓർമ്മ. തഹസീൽദാറുടെ മകൻ എന്നും കണ്ടത് എന്താണ് എൻ്റെ ഓർമ്മ, ഞാൻ പണ്ട് വായിച്ചതാണ്. അപ്പോൾ ഇതുപോലുള്ളത് ഉണ്ടെന്ന് നമ്മൾ ചെയ്യുന്നതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം. എന്നാൽ അച്ഛനമ്മമാരെ നല്ല പോലെ നോക്കിയ മക്കൾക്ക് ദുരിതം വരുന്നില്ലേ? അച്ഛനും അമ്മയും പുണ്യം പോലെ നോക്കിയ എല്ലാ വേദനകളും മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ജീവിച്ച മക്കൾക്ക് ദോഷം വരുന്നില്ലേ? അത് അവരുടെ പൂർവ്വജന്മം എടുക്കണം. അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ ആ പൂർവ്വജന്മത്തിൽ വന്ന എന്തോ ഒരു ദോഷം കൊണ്ടാണ് അവർക്ക് ആ ദുരിതം ഫലം അനുഭവിക്കേണ്ടി വന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. വലിയ കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിലും ഒരുപാട് കുടുംബങ്ങൾ, പണ്ട് കൂട്ടുകുടുംബമാണ്. ഒരു ഓണക്കാലം വന്നാൽ ആ വീടിൻ്റെ ഇറയത്ത് മുഴുവൻ ആൾക്കാർ ഇങ്ങനെ നിരന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, എല്ലാ ആൾക്കാരും വന്ന് ഊഞ്ഞാലാടുന്ന, അത്തമിടുന്ന ആഘോഷവും അതെല്ലാം ഇല്ല. ഇപ്പം ഇൻസ്റ്റൻ്റ് ആയില്ല. ഇപ്പം എല്ലാം കടയിൽ വിളിച്ച് പറഞ്ഞാലോ ചോറ് ഊണ് കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് മാറി. അതെല്ലാം മാറി ഒറ്റപ്പെട്ട് എന്നാൽ ഫ്ലാറ്റ് സംസ്കാരം. ഒരു മുറി തുറന്നാൽ അകത്തോട്ടും, ഒരു മുറി അടച്ചാൽ പുറത്തോട്ടും, ഇത്രയും ജീവിതം. അടച്ചാൽ അകത്തോട്ടും തുറന്നാൽ പുറത്തോട്ടുമുള്ള ചുരുങ്ങി ഉള്ള മക്കളെല്ലാം വിദേശത്തൊക്കെ പോയി അവരും അവിടെ ഒരു ഓണക്കാലമൊക്കെ ആഘോഷിച്ച് ജീവിതം വേർപെട്ടു പോകുന്ന ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതം എന്നുണ്ടല്ലോ, സുഖദുഃഖങ്ങളുടെ ആകെ തുകയാണ് ജീവിതം. അത് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകും. യാന്ത്രികമായി ഓണവും ക്രിസ്മസും വിഷുവും ഒക്കെ ഇങ്ങനെ വന്നു പോകും. നമ്മൾ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ജീവിക്കാനുള്ള നെട്ടോട്ടമാണ്. നാളത്തേക്ക് ഉള്ള സമ്പാദ്യത്തിന് വേണ്ടി ഇന്ന് നമ്മൾ ഓടും. മണ്ണ് സ്വന്തമാക്കാനും പൊന്ന് സ്വന്തമാക്കാനുള്ള അവസ്ഥ എത്തുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് തന്നെ പോകും. പൊന്നല്ല ആരെങ്കിലും കൊണ്ടുപോകും. അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗവും വിധിയും ഇതൊന്നും തന്നെ കണ്ടില്ലേ. ഒരുപാട് സ്വർണ്ണം വിട്ട് ജീവിച്ചവരെ മരിച്ചു കിടക്കുമ്പോൾ സ്വർണ്ണങ്ങളെല്ലാം എടുത്ത് ആരെങ്കിലും കൊണ്ടുപോയി. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന യാഥാർത്ഥ്യങ്ങൾ അല്ലേ? മക്കൾക്ക് വേണ്ടി പണമുണ്ടാക്കിയിട്ട് മരണം കാത്തു കിടക്കുന്ന, വലിയ വീടുകളുടെ ഒറ്റമുറികളിൽ ജീവിക്കുന്ന, അതിഥികൾ വന്നാൽ സ്മെല്ലടിക്കാതിരിക്കാൻ സ്പ്രേ അടിക്കുന്ന, എനിക്കറിയാവുന്ന വീടുകളാണ്. ഒരു ജോലിക്കാരിയെ വെച്ചേക്കും, അവർ മുറി പൂട്ടി അകത്തിരിക്കും. അങ്ങനെ എത്രയോ കാലം മുറിക്കുള്ളിൽ ജീവിക്കുന്ന അമ്മമാരും പക്ഷെ നല്ല മക്കൾ, എനിക്ക് നല്ല പെൺകുട്ടികൾ അച്ഛനമ്മമാരെ നോക്കും. വാർദ്ധക്യത്തിൽ അവരുടെ രോഗദുരിതങ്ങൾ, അവരെന്നോ ചെയ്ത രോഗദുരിതങ്ങൾ, എന്നോ ചെയ്ത ജീവിത ദുരിതങ്ങളുടെ പരിഹാരമായിട്ട് നല്ല മക്കൾ ജനിച്ച് അവരെ അവസാന കാലത്ത് നോക്കി മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരുപാട് നല്ല മക്കളമാരുണ്ട്. അറിയാതെ പോയ ഒരു ചെറിയ തെറ്റിൻ്റെ ഫലമായിരിക്കും അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കാതെ യൗവനാവസ്ഥയിൽ, ശൈശവം, ബാല്യം, കൗമാരത്തിലും യൗവനാവസ്ഥയിലും ഭൗതികങ്ങളിൽ ഭ്രമിച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കണ്ടില്ല, ഇന്നലെ ആ പെൺകുട്ടി
ആ ചെട്ടിയാരുടെ 13 വയസ്സുള്ള പെൺകുട്ടി, അദ്ദേഹം വരുമ്പോൾ ഈ പെൺകുട്ടി ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മോഷണ ശ്രമത്തിന് വേണ്ടി അലമാര തുറക്കുന്നു. അലമാര തുറക്കുമ്പോൾ ചെട്ടിയാർ അതിനെ ശാസിക്കുകയും ഇതും പിടിച്ചു മേടിച്ച് സ്ക്രൂ ഡ്രൈവറും പിടിച്ചു മേടിച്ച് ദൂരത്തെറിയുകയും ചെയ്ത് വഴക്ക് പറയുന്നു. അതിൻ്റെ പകയാണ്. എന്നാലോചിച്ചു, 13 വയസ്സേ ഉള്ളൂ. അതിൻ്റെ പകയ്ക്ക് അയാളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ബാഡ് ടച്ച് ചെയ്തു എന്ന് ഞാൻ കഴിഞ്ഞല്ലേ. ബാഡ് ടച്ച് ഒന്നും ചെയ്തില്ല. മോഷണ ശ്രമം, ആ സ്വത്തിനോടുള്ള ഭൗതികമായിട്ടുള്ള 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് തോന്നിയ ആ മൊബൈൽ ഫോണിനോടും ആൺകുട്ടികളോടും സ്വർണത്തോടുമൊക്കെ തോന്നിയ ആ അമിതമായ ഭ്രമം കൊണ്ടെത്തിച്ച കാരാഗ്രഹവാസം, ഇതൊക്കെ ക്രിമിനൽ മൈൻഡുള്ളത്. അതിനുള്ള സാഹചര്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. അതിനുള്ള അവസ്ഥകൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ കുട്ടികൾ നല്ല ഉത്തമമായിട്ടുള്ള ദാമ്പത്യം ഇല്ലാതിരിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ജനിക്കുക, അല്ല ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ജനിക്കുന്ന മക്കൾ ഇല്ലേ. ഒരാൾ ഭാഗവതം നോക്കിയിട്ട് കുട്ടിയെ ശിക്ഷിച്ചു. ഭാഗവതയിൽ ഉത്തമമായൊരു കുട്ടി ജനിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഭാഗവതം നോക്കി ജനിപ്പിച്ച കുട്ടിയാണ്. കുട്ടിയുടെ ലക്ഷണം വെച്ച് കുട്ടി അച്ഛനമ്മമാരെ ദുഃഖിപ്പിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഈ കുട്ടി ദുഃഖം തരും, ദുഃഖം തന്നേ പറ്റൂ. ദുഃഖം കൊടുത്തു. എവിടെ ഭാഗവതം നോക്കിയിട്ട് ജനിപ്പിച്ചിട്ട് എന്തൊരു കാര്യം? പൂർവ്വജന്മ ദോഷം അനുസരിച്ച് ഈ കുട്ടി ഇവിടെ വന്ന് ജനിക്കുകയും ഈ കുട്ടി നിങ്ങളുടെ പൂർവ്വജന്മം അനുസരിച്ച് നിങ്ങളുടെ സന്താനം നിങ്ങളെ ദുഃഖിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അനുഭവിച്ചേ പറ്റുള്ളൂ. ഒന്നും നമ്മുടെ കയ്യിലല്ല എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കണം. ഇപ്പോൾ ഒരു മകള് അവള് വിവാഹം വേണ്ട തീരുമാനിച്ചു. അപ്പോൾ അമ്മ വന്നതിൻ്റെ അടുത്ത് എപ്പോഴും ദുഃഖം, സ്വാമി കുട്ടി അവള് വിവാഹം കഴിക്കേണ്ട, വിവാഹം വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് കൊടുക്കൂ. ഫോൺ കൊടുത്തു. സ്വാമി. ഞാൻ പറഞ്ഞു, എന്താണ് മോളെ കണ്ടില്ലല്ലോ ഇവിടെ പുളിപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലൊന്നും വന്നിരുന്നേ കാണാമായിരുന്നല്ലോ. എനിക്കതിലൊന്നും വിശ്വാസമില്ല സ്വാമി. ഞാൻ പറഞ്ഞു, പോട്ട് എന്നാലും എന്നൊന്ന് കാണും, നമുക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമുണ്ട്. അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, എനിക്കിതൊന്നും വിശ്വാസമില്ല. ചേച്ചി മോളെന്താ കല്യാണം കഴിക്കാത്ത? സ്വാമിക്ക് ഒരു ഗ്യാരണ്ടി തരാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഓരോ ആൺകുട്ടികളെ കുറിച്ചും ഒരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ എത്രയോ കല്യാണം നടത്തി. ആ കല്യാണം നടത്തി വരുന്നും എന്നോട് ഇന്ന് സംസാരിക്കാറും മിണ്ടാറുമില്ല. ആദ്യ രാത്രി തന്നെ ആ വരൻ്റെ വധുവിൻ്റെ അടുത്ത് വരാൻ പറയും, ആ സ്വാമിയായിട്ട് ഇടപാട് ഇനി മേലല്ല, തീർന്നു, കല്യാണം നമ്മളെ വിധി അനുസരിച്ച് നടന്നു. എന്തുകൊണ്ട് അങ്ങനെ എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വിവാഹ കാര്യങ്ങളിൽ നമ്മളെ ശത്രുവായിട്ട് കാണും. ഞാനൊരു വസ്ത്രം ഒരാൾക്ക് കൊടുത്താൽ ശത്രു, ഞാൻ കൊടുക്കൂലില്ല. വസ്ത്രം കൊടുത്താൽ മതി ശത്രുവോ, ഭക്ഷണം കൊടുത്താൽ മതി ശത്രുവോ. ഞാൻ ഒരാൾക്ക് വെറുതെ ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്താൽ അവൻ ശത്രു. അത് എൻ്റെ കൈയുടെ ചില കൈകൾ അങ്ങനെയാണ്. നമ്മൾ കൊടുത്തു നോക്കൂ. അന്നം കൊടുക്കുന്നവൻ ഭിക്ഷ കൊടുത്താൽ പോലും ഭിക്ഷക്കാരൻ ശത്രുവാകും. അവൻ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നമ്മളെ തല്ലും. അത് യോഗം അല്ലേ? നമ്മൾ സഹായിച്ചവർ സ്മരണയില്ലാത്തവരായിരിക്കും അല്ലേ? നമ്മുടെ നാരായണൻ എന്ന ഒരാൾ ഒരുപാട് ഭക്ഷണം കൊടുത്തിട്ട് മരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറയും, ദൈവമേ ഞാൻ എന്തോത്രം ഭക്ഷണം കൊടുത്തു, എന്നിട്ട് ഞാൻ അവസാന കാലം ദുരിതപ്പെട്ട് മരിച്ചു ഭഗവാനെ എന്ന് പറയുമ്പം, നീ കൊടുത്തതൊക്കെ നല്ലത് തന്നെ, പക്ഷെ നീ അർഹതയുള്ളവർക്ക് കൊടുത്തില്ല. അതേപോലെ എനിക്കെപ്പോഴും പറ്റും, ഞാൻ അർഹത നോക്കൂല. ഒരാളുടെ ഒരു വിഷമം പറഞ്ഞാൽ ശരി. ഇപ്പം ടീച്ചർ ഒരാളുമില്ല, എൻ്റെ പേഴ്സ് നോക്കിയാൽ ഒരു നാണയം കാണും. കാരണം ഞാൻ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കും. അത് മതി. ഞാനിവിടെ സ്വാമിയുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ട് സ്വാമിക്ക് എൻ്റെ ആവശ്യമുള്ളൂ. ബാങ്കിലുള്ള എല്ലാ പൈസയും, കുറച്ച് പൈസ ഞാൻ ഇട്ടിരുന്നു, അതെല്ലാം ഇങ്ങോട്ട് മാറ്റി. കാരണം എല്ലാം ടീച്ചറിൻ്റെ പേരിലാക്കി. കാരണം എനിക്ക് ടീച്ചർ അവസാന കാലത്ത് സ്വാമിക്കൊന്ന് വയ്യാതായ ഞാൻ എങ്ങോട്ട് പോകും? ഈ പുസ്തകം കിട്ടുന്ന വരുമാനം തന്നെ ഉള്ളൂ ആകെ. ആ പുസ്തകം കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുമ്പം സ്വാമിക്ക് എഴുതുന്ന കാലത്തല്ലേ ഇതെല്ലാം പറ്റൂ. ഇത് എനിക്ക് വിൽക്കാൻ പറ്റുന്ന കാലത്തല്ലേ എനിക്കിത് വിൽക്കാൻ പറ്റൂ. ഇതെടുത്ത് ഇങ്ങനെ നുള്ളിപ്പറക്കിയൊക്കെ എല്ലാവർക്കും കൊടുത്താൽ ഞാൻ എങ്ങോട്ട് പോകും സ്വാമി എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ സ്തംഭിച്ചു, പകച്ചു നിന്നു. ശരിയല്ലേ? ഇത് ഞാനെന്ന് എൻ്റെ ഉദാഹരണം പറയുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കൂ. പണം ഉണ്ടാകുമ്പോൾ പണം വന്നു ചേർന്ന ഒരു കാലമുണ്ട്. ഒരു പൂ, ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ഒരു വിത്ത് വിളഞ്ഞൊരു പൂ വിരിയുന്നതിനും അതിൻ്റെ സൗരഭ്യം പടർത്തുന്നതിനും അത് മണം എല്ലാവർക്കും പകർന്നു കൊടുത്ത് സുന്ദരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനും പിന്നെ ഉദയാസ്തമയങ്ങൾ കഴിയുമ്പോൾ അത് അടർന്ന് വീണ് മണ്ണിൽ വളമാകുന്നതിനും ഒരു സമയമുണ്ട്. അതേപോലാണ് മനുഷ്യൻ്റെ ജീവിതനും. നമ്മുടെ ജീവിതം പുഷ്പിച്ച് നിൽക്കുമ്പോൾ
നമ്മളെ തേൻ തേടി വരുന്ന ഇതുപോലെ വരും. ശലഭങ്ങൾ വരുന്നത് പോലെ, കിളികൾ വരുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് പേര് വരും. നമ്മളെ തിരിച്ചറിയാതെ പോയാൽ നമുക്ക് അവസാന കാലം നമ്മളിതുപോലെ ഒന്നുമില്ലാതെ വാടി ഞെട്ടറ്റ് ഭൂമിയിൽ വീണ് ഭൂമിക്ക് ഭാരമായി തീരും എന്നുള്ളതാണ്. ഇതൊക്കെ ഓരോ ഉദാഹരണങ്ങൾ. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ആയിപ്പോയി? ഒരാൾക്ക് എന്നെ വിളിച്ചു പറയും, സ്വാമി ഒരു ഭദ്രകാളി നെഞ്ചത്ത് ചവിട്ടി നിൽക്കുവാണ് സ്വാമി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്താണ്, ഞാനിതുപോലെ കാണുമായിരുന്നു. ഭദ്രകാളി 2 മണിയാകുമ്പോൾ ഞാൻ ഞെട്ടി ഇങ്ങനെ ഉണരും. എന്താണ് ഭദ്രകാളി ഇങ്ങനെ നിൽക്കുന്നു? ഭഗവാൻ ഇതെന്താണ്, എന്താ പറ്റി എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് അന്ന് ചോദിക്കാനോ ഇല്ലെങ്കിൽ പറയാനോ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ കളഞ്ഞു. എനിക്ക് പിന്നെ അസ്വസ്ഥമായി. അവയൊക്കെ എഴുന്നേറ്റ് കുറേ വെള്ളം കുടിക്കും. ഒറ്റയ്ക്കാണേ. ടീച്ചറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. ഞാൻ എൻ്റെ ആത്മകഥ, ഒരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇവിടെ ഒരു കുരു വന്നു. ദേഹം മുഴുവൻ ചിക്കൻ ബോക്സ് പിടിച്ചു. കുരുക്കൾ വന്ന് പൊട്ടിപ്പോയി. കാരണം ഭദ്രകാളി, ഈ പയ്യൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭദ്രകാളിയുടെ ഒരു സാന്നിധ്യമാണ്, ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒന്നുകിൽ ഒരു അനുഗ്രഹമായിട്ട് വരും, അല്ലെങ്കിൽ അത് ശാപമായിട്ട് വരും. അനുഗ്രഹമായിട്ടാണ് വരണമെങ്കിൽ എല്ലാ മുഖവും ശരീരവും മുഖം മുഴുവൻ, എൻ്റെ മുഖം ഇനി കണ്ണുറക്കാൻ വയ്യായിരുന്നു. അത് ഭദ്രകാളിയുടെ അനുഗ്രഹമാണ്, ഇല്ലെങ്കിൽ അത് ദോഷമായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് വന്നു. ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കൂ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് മരുന്നൊക്കെ ഉണ്ട്, ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫലം എന്താണെന്നുള്ളത് നോക്കാം. അപ്പം പിന്നെ വേറൊരാൾ വിളിച്ചു, സ്വാമി ഇപ്പോൾ സ്വപ്നഫലങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാനെപ്പോഴും മരിച്ചുപോയ ആളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കാണും. ഞാൻ പറഞ്ഞു, അതെങ്ങനെ? മരിച്ചുപോയ അവരോട് ഞാനിങ്ങനെ സ്വപ്നം കാണും എന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പരിപാടി? ഞാൻ ചെറിയ സീരിയലിലൊക്കെ അഭിനയിക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് സൽകീർത്തി, നിങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അയ്യോ സ്വാമി, അതാണ് നിങ്ങൾക്ക് മരിച്ചവരെ സ്വപ്നം കാണണം. മരിച്ചവരോട് സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കാണണം. മരിച്ചവരെ കണ്ടാൽ മാത്രം പോരാ, നമ്മൾ സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് കീർത്തി ഉണ്ടാകും. നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലകളിൽ നിങ്ങൾക്ക് കീർത്തി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് ഒരു ഭാഗ്യമാണ്. സംസാരിക്കുന്നത് വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ മേഘ എന്ന് പറഞ്ഞൊരു മോളുണ്ട്, അവൾ പിന്നെ അബാക് മീഡിയയിലെ, അവൾ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരൊക്കെ മരിച്ചതായിട്ട് സ്വപ്നം കാണും. ഞാൻ അവളുടെ ഫലം എത്ര നോക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല. അതെന്താണെന്നുള്ളത് എനിക്ക് ലക്ഷണത്തിൽ കിട്ടുന്നില്ല. പക്ഷെ മരിച്ചവരുമായിട്ട് സംസാരിക്കുന്ന കണ്ടാൽ കീർത്തി ഉണ്ടാകും. അവിടെ എന്നെ മേഘ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ മോളെന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ സ്വപ്നം കാണുന്നവരൊക്കെ തന്നെ പിന്നീട് മരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അവൾ ഉടനെ ഒന്ന് എന്നെ കാണാതിരിക്കട്ടെ. എൻ്റെ 2-3 ദിഗംബരൻ എന്ന് പറഞ്ഞ സിനിമ, ആരാച്ചട്ടമാളിൻ്റെ സിനിമ, ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അവൾ സ്വപ്നം കണ്ടാൽ മതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഒരു തമാശയായിട്ട് അവളോട് പറഞ്ഞു. എന്തായാലും പുണർന്ന നക്ഷത്രമാണ്, എന്നും ദുഃഖമാണ്. ഓണക്കാലത്തെങ്കിലും ദുഃഖങ്ങൾ വരാതിരിക്കട്ടെ. എന്തെങ്കിലും ഒരു കാര്യം ദുഃഖം നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ തുടങ്ങിയിട്ടൊരു 3 വർഷം 9 മാസം വരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിത് കഴിഞ്ഞ് പുണർന്ന നക്ഷത്രത്തിന് ഒരു പരിഹാരമുണ്ട്. അത് ഞാൻ അടുത്ത പുണർന്ന നക്ഷത്രം വരുമ്പോൾ 7 ദിവസം കഴിഞ്ഞ് ഞാൻ പുണർന്ന നക്ഷത്രം വരുമ്പോൾ ആ പരിഹാരം പറഞ്ഞു തരാം. എന്തായാലും എല്ലാ ദോഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഓണക്കാലത്ത് വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ഓണക്കാലം അങ്ങോട്ട് ആഘോഷിച്ച് തീർത്തതിന് ശേഷം പുണർന്ന നക്ഷത്രത്തിൻ്റെ ഫലം അടുത്ത ഫലത്തിനകത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആ സ്ഥലത്ത് പോയിട്ട് ഒരു പരിഹാരക്രിയ ചെയ്യണം. ഞാൻ ചെയ്യുന്ന 2-3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് പുണർന്ന നക്ഷത്രത്തിന് മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു നിൽക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.